CPM-ന് നേരെ ചോദ്യശരങ്ങൾ. ക്രൈം നന്ദകുമാറിന്റെ പരാതിയിൽ 14 വർഷത്തിനു ശേഷം കേസ്. പി ശശി, പത്മകുമാറും അടക്കം പ്രതികൾ. പിടികിട്ടാപ്പുള്ളികളായ CPM നേതാക്കൾ തെരഞ്ഞെടുപ്പിൽ സജീവം, കാണാതെ പോലീസ് എന്ന വാർത്ത. വീട്ടിലെ വോട്ടിൽ വീണ്ടും വെട്ടിലായ CPM പരാതി പ്രവാഹം. CPM MLA-യുടെ നേതൃത്വത്തിൽ കള്ളവോട്ട് ചെയ്യാൻ പരിശീലനം നടന്നുവെന്നുള്ള പ്രതിപക്ഷത്തിന്റെ ആരോപണം. മാസപ്പടിയിലും വീണ വിജയന് നേരെ ED അന്വേഷണം. കരുവന്നൂരിലും ED പിടിമുറുക്കുന്നു. ചോദ്യപ്രവാഹമാണ് CPM-ന്. ക്രൈം പത്രാധിപർ നന്ദകുമാറിന്റെ പരാതിയിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും അഗ്നിരക്ഷാസേന മേധാവി K പത്മകുമാറിനും എതിരെ കേസ്. മോഷണ കുറ്റം ഉൾപ്പെടെ ചുമത്തിയാണ് ഇരുവർക്കുമെതിരെ തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി കേസെടുത്തിരിക്കുന്നത്. മെയ് 31-ന് ഹാജരാകാൻ പ്രതികൾക്ക് കോടതി സമൻസ് അയച്ചു. 2010-ൽ ക്രൈം നന്ദകുമാർ നൽകിയ പരാതിയിലാണ് കേസ്. പരാതി നൽകി 14 വർഷം കഴിഞ്ഞാണ് കേസെടുത്തത്. ശോഭന ജോർജും അന്തരിച്ച IPS ഉദ്യോഗസ്ഥൻ അരുൺകുമാർ സിൻഹയും കേസിൽ പ്രതികളാണ്. 1999-ൽ നന്ദകുമാറിനെ അറസ്റ്റ് ചെയ്ത സംഭവത്തിലെ പരാതിയിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, CPM-ന് നേരെ വീണ്ടും ചോദ്യങ്ങൾ ഉയർന്നു വന്നിരിക്കുകയാണ്. CPM MLA-യുടെ നേതൃത്വത്തിൽ കള്ളവോട്ട് ചെയ്യാൻ പരിശീലനം നടന്നുവെന്ന ആരോപണവുമായി പ്രതിപക്ഷം രംഗത്ത് വന്നിരിക്കുകയാണ്. CPM-നെതിരെ ഗുരുതര ആരോപണങ്ങളുമായി പത്തനംതിട്ടയിലെ UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയും രംഗത്ത് വന്നിരിക്കുകയാണ്. സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ നേതൃത്വത്തിൽ കള്ളവോട്ട് ചെയ്യുന്നവരുടെ യോഗം നടന്നു. ഒരു MLA വന്നാണ് അവർക്ക് ഉപദേശം കൊടുത്തതെന്നും എന്തൊരു കഷ്ടമാണെന്നും അദ്ദേഹം ഒരു പ്രമുഖ ചാനലിലൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ്. എങ്ങനെ കള്ളവോട്ട് ഫലപ്രദമായി ചെയ്യണമെന്ന് MLA പറഞ്ഞു കൊടുത്തുവെന്നും അദ്ദേഹം ആരോപിച്ചു. ഇരട്ട വോട്ട് കൃത്യമായി കണ്ടെത്തിയിട്ടുണ്ട്. CPM പരാജയ ഭീതിയിലാണെന്നും അദ്ദേഹം പറഞ്ഞു. LDF തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്നും ആന്റോ ആന്റണി ആരോപിച്ചു. അവിടെ കൊണ്ടും തീർന്നില്ല കാര്യങ്ങൾ. പിടികിട്ടാപ്പുള്ളികളായ CPM നേതാക്കൾ തെരഞ്ഞെടുപ്പിൽ സജീവമെന്നും കാണാതെ പോലീസ് എന്നുള്ള വിമർശനങ്ങളും ഉയരുകയാണ്. പൊതുരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന CPM നേതാക്കൾ പോലീസ് രേഖകളിൽ പിടികിട്ടാപ്പുള്ളികൾ. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഫറൂഖ് പൊറ്റക്കാട് മുതൽ വീട്ടിൽ ഗിരീഷ്, DYFI മുൻ ജില്ലാ ഭാരവാഹി ഫറൂഖ് കുരവൻതുരുത്തി കോമള ഹൌസിൽ നിഖിൽ എന്നിവരാണ് പോലീസ് രേഖകളിൽ പിടികിട്ടാപ്പുള്ളികൾ. പൊതുമുതൽ നശിപ്പിക്കൽ ഉൾപ്പെടെ ഒട്ടേറെ ക്രിമിനൽ കേസുകളിൽ പ്രതികളായ ഇരുവരെയും കണ്ടെത്താൻ സാധിച്ചില്ലെന്നാണ് മെഡിക്കൽ കോളേജ് പോലീസ് അധികൃതരുടെ രേഖകളിലുള്ളത്. ദീർഘനാളായി പോലീസിന് പിടികൊടുക്കാതെയും വിവിധ കേസുകളിൽ ഒളിവിൽ പോയവരെയും ജാമ്യമെടുത്ത് മുങ്ങിയവരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശത്തെ തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു വരികയാണ്. ഇത്തരത്തിൽ LP വാറന്റുള്ളവരെ വോട്ട് ചെയ്യാൻ അനുവദിക്കരുതെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലീസിന് നൽകിയ നിർദ്ദേശം. ഇത്തരക്കാരെ അറസ്റ്റ് ചെയ്യാനുള്ള ഊർജിത ശ്രമത്തിലാണ് പോലീസ്. അതിനിടയിലാണ് നഗരത്തിലെ 2 CPM നേതാക്കൾക്ക് പോലീസ് പ്രത്യേക ഇളവ് നൽകിയത് എന്ന ആക്ഷേപം. അന്വേഷിച്ചു പോയെങ്കിലും കണ്ടെത്താൻ സാധിച്ചില്ല, ആളെ കണ്ടുകിട്ടിയില്ല എന്നൊക്കെ ഫയലിൽ കുറിപ്പുകൾ എഴുതി രേഖയുണ്ടാക്കി സൂക്ഷിക്കൽ തുടരുകയാണെന്നാണ് ആരോപണം. അതേസമയം 2 നേതാക്കളും തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമാണ്. അവിടെ കൊണ്ടും തീർന്നില്ല CPM-ന് നേരെയുള്ള ചോദ്യങ്ങൾ. വീട്ടിലെ വോട്ടിൽ വീണ്ടും വെട്ടിലായിരിക്കുകയാണ്. CPM പരാതി പ്രവാഹം തുടരുകയാണ്. വയോധികർക്കായുള്ള വീട്ടിലെ വോട്ട് സംവിധാനത്തിൽ വീണ്ടും പരാതി. കാസർഗോഡ് മണ്ഡലത്തിലും കണ്ണൂർ പേരാവൂരിലുമാണ് CPM-നെതിരെ പരാതി ഉയരുന്നത്. കാസർഗോഡ് മണ്ഡലത്തിൽ 92-കാരനെ കബളിപ്പിച്ച് സഹായി വോട്ടിന് ഒപ്പിട്ട് വാങ്ങി ബ്രാഞ്ച് സെക്രട്ടറി വോട്ട് ചെയ്തുവെന്നാണ് ഉയർന്ന പരാതി. പയ്യന്നൂർ സ്വദേശി മാധവൻ വെളിച്ചപ്പാടിന്റെ വോട്ടാണ് CPM ബ്രാഞ്ച് സെക്രട്ടറി VV സുരേഷ് ചെയ്തത് എന്നാണ് ആരോപണം. കണ്ണൂരിലും CPM-നെതിരെ പരാതിയുമായി UDF രംഗത്തെത്തിയിട്ടുണ്ട്. പേരാവൂരിൽ 106-കാരിയെ നിർബന്ധിച്ച് വോട്ട് ചെയ്യിപ്പിച്ചു എന്നാണ് പരാതി. CPM ബ്രാഞ്ച് കമ്മിറ്റി അംഗത്തിനെതിരെയാണ് UDF പരാതി നൽകിയത്. കല്യാശ്ശേരിയിൽ ആളുമാറി വോട്ട് ചെയ്ത സംഭവം വിവാദമായതിന് പിന്നാലെയാണ് വീണ്ടും ഇത്തരം സംഭവങ്ങൾ അരങ്ങേറുന്നത്. കല്യാശ്ശേരിയിലെ 164-ാം ബൂത്തിലാണ് 92 വയസ്സുള്ള ദേവിയുടെ വോട്ട് CPM മുൻ ബ്രാഞ്ച് സെക്രട്ടറി ഗണേശൻ നേരിട്ട് രേഖപ്പെടുത്തിയത്. വീട്ടിലെത്തി വോട്ട് രേഖപ്പെടുത്തുന്നതിനിടെ വീഴ്ച വരുത്തിയ പോളിംഗ് ഉദ്യോഗസ്ഥരെ കണ്ണൂർ ജില്ലാ കളക്ടർ സസ്പെൻഡ് ചെയ്തിരുന്നു.